മണ്ണാർക്കാട് പൂരത്തിൻ്റെ ഏറ്റവും സവിശേഷമായ സ്ഥലങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നാടിൻ്റെ ഒരു നല്ല സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഈ നാട്ടിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും തെലുങ്കാനയിൽ നിന്നുമെല്ലാം ആന്ധ്രാപ്രദേശിലുമെല്ലാം ഇവിടെ എത്തിയ വിവിധ ഭാഷ സംസാരിക്കുന്ന വിവിധ സംസ്കാരത്തിൻ്റെ ആളുകളായ ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ പരദേവതയുടെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവത്തിലാണ് ഈ അന്യദേശക്കാരും കൂടി, ഈ അന്യഭാഷക്കാരും കൂടി, ഈ അന്യസംസ്കാരം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന വലിയ കാഴ്ചപ്പാടുകളോട് കൂടിയാണ് പണ്ട് മൂപ്പിൽ നായർ, ഈ നാടിൻ്റെ അധികാരിയായിരുന്ന നാടുവാഴിയായിരുന്ന മൂപ്പിൽ നായർ ഈ വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് ഈ ആഘോഷത്തിൻ്റെ പ്രധാന ദിവസമായ ഇന്ന്, അവസാന ദിവസമായ ഇന്ന് ദീപാരാധന ഉൾപ്പെടെ ഇവരോടൊപ്പം ക്ഷേത്രത്തിൽ വൈകുന്നേരം ദേവി സന്നിധിയിൽ നടക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന ദീപാരാധന ഇവരോടൊപ്പമാണ്. ഇവരോടൊന്നിച്ചാണ് ഇന്ന് ദേവിയുടെ ആറാട്ട്. അപ്പോൾ തീർച്ചയായിട്ടും മണ്ണാർക്കാടിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു സവിശേഷമായ ആഘോഷമാണ്. അല്ലെങ്കിൽ ഈ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ പ്രാധാന്യത്തോടു കൂടിയുള്ളതാണ് ഈ പൂരത്തെ സംബന്ധിച്ചിടത്തോളം. മണ്ണാർക്കാട് മൂപ്പിൽ നായർ പണ്ടുകാലം മുതൽ തന്നെ ഇവരുടെ പൂർവ്വീന്മാരായ ആളുകളെ ഈ ഉത്സവത്തോട് ചേർത്ത് വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാടിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ആറാട്ടിന് ശേഷം 21 പരീക്ഷണം ഇവരോടൊന്നിച്ച് നടത്തിയാണ് നമ്മുടെ പുരാഘോഷങ്ങളുടെ കുടിയിറക്കം നടത്തുന്നത്. പുരാഘോഷം സമാപിക്കുന്നത് ഇന്നത്തെ ഈ 21 പ്രതീക്ഷണത്തോടു കൂടിയാണ്. നിങ്ങളൊരു വിദേശയാത്രയ്ക്ക് ഒരുങ്ങുകയാണോ? എങ്കിൽ 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സഫിയ ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസ് നിങ്ങളുടെ സുരക്ഷിത യാത്രയ്ക്ക് വഴികാട്ടിയാകുന്നു. സഫിയ ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, മെയിൻ റോഡ്, മണ്ണാർക്കാട്.